ആകർഷകമായ ഒരു വ്യക്തിത്വം. ഏറ്റവും ആദ്യത്തേത് ഡോണ്ട് ഓവർ ഷെയർ എന്നുള്ളതാണ്. ഈ പലപ്പോഴും പലർക്കും പറ്റിപ്പോകുന്നതേ ഒരുപാട് ഇരുന്ന് സംസാരിക്കും. നമ്മൾ പറയില്ലേ വളവള സംസാരിക്കും. ഈ ഒരുപാട് സംസാരിക്കുന്നവരൊക്കെ കഴിയുന്നു. ഒരുപാട് സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു നേട്ടമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ മൈനസാണ്. ഡോണ്ട് ഓവർ ഷെയർ. എല്ലാവരോടും ഇപ്പോൾ പരിചയപ്പെട്ട് 10 ദിവസത്തിനകത്ത് എല്ലാ കഥയും ഒരാളോട് പറയണമെന്നില്ല. നിങ്ങളെപ്പോഴും നിഗൂഢതയ്ക്കൊരു ഭംഗിയുണ്ട്. നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് നിഗൂഢമായിട്ടുള്ള എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി നമ്മൾ നിഗൂഢമാക്കി വെക്കണമെന്നില്ല. ഓവർ ഷെയർ ചെയ്യാതിരുന്നാൽ മതി. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ബേസിക് നേച്ചറിനെ തന്നെ മാറ്റും. 2, സ്ഥായി ഭാവം ശാന്തതയായിരിക്കണം. നമ്മൾ ഇപ്പോൾ ഭയങ്കര ആകർഷണീയമായിട്ടുള്ള വ്യക്തിത്വത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കലിപ്പിൽ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. എപ്പോഴും നമുക്കൊരു വ്യക്തിത്വത്തിന് ആകർഷണീയമായിട്ട് തോന്നുന്നത് ആ വ്യക്തി ഭയങ്കര ഏത് സാഹചര്യത്തിലും ഭയങ്കര ശാന്തമായിട്ട് നിലകൊള്ളുമ്പോഴാണ്. ശാന്തനായിരിക്കണം, നമ്മളെപ്പോഴും ശാന്തയായിരിക്കണം. നമുക്ക് സമാധാനവും സന്തോഷവുമാണുള്ളത് എന്നതായിരിക്കണം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ. എല്ലാ സാഹചര്യത്തിലും നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ തക്കതായിട്ട് നമ്മൾ തന്നെ നമ്മളെ പരിശീലിപ്പിക്കണം. 3, നമ്മളൊരു സാഹചര്യത്തിൽ നമ്മുടെ ശബ്ദം ഉയരുക എന്നുള്ളതല്ല നമ്മുടെ വ്യക്തിത്വത്തിനെ തിളക്കമാർന്നാക്കുന്നത്, അതിൻ്റെ ആഴം കൂടുതലാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ എന്തിനാ ചെയ്തു എന്നും ചോദിക്കാം, നീ എന്തിനാ ചെയ്തത് എന്നും ചോദിക്കാം. ആ 2ാമത്തെ ചോദ്യത്തിന്റെ ആഴമില്ലേ, അതായിരിക്കും കൂടുതലായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉള്ളിലേക്ക് ചെന്ന് തൊടുക. നമ്മുടെ ശബ്ദം ഉയർത്തുന്നത് കൊണ്ടോ വലിയ ബഹളം കാണിക്കുന്നത് കൊണ്ടോ നമ്മുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും ഒരു ആകർഷണീയത ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ആണ് എന്ന് പറയപ്പെടണമെന്നില്ല. നമ്മൾ ആഴത്തിൽ സംസാരിക്കാൻ പഠിക്കണം. ശബ്ദം താഴ്ത്തി തന്നെ മതി, പക്ഷെ ചോദിക്കുന്നത് കുറിക്ക് കൊള്ളണം എന്ന് പറയും. 4, എപ്പോഴും നല്ലവനെന്നും ആവണ്ട. നമ്മുടെ മനസ്സാക്ഷിയോട് നല്ലവനായാൽ മതി. നമ്മുടെ ചുറ്റുമുള്ളവരോടൊക്കെ നല്ലവനാവുക, നല്ല കുട്ടിയാവുക. അതൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. നിങ്ങളോട് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്താൽ മതി. പിടികിട്ടിയോ? വഴി പിഴച്ചവൻ അല്ലെങ്കിൽ വഴി തെറ്റിയവൾ എന്നൊക്കെ പറയുന്നത് ആരുടെ വഴി? ആ പറയപ്പെടുന്ന ആളുടെയോ സൊസൈറ്റിയുടെയോ വഴിയാണ്. തെറ്റായ വഴിയാണ് പോകുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോകരുത്. നമ്മുടെ മനസ്സാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന വഴിയെ വേണം നമ്മൾ നടക്കാൻ. എപ്പോഴും നല്ലവനാകണ്ട. നല്ലവൻ അല്ലെങ്കിൽ നല്ലവളായിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആകാറുണ്ട്. നട്ടലില്ലായ്മയുടെ ലക്ഷണമാണത്. 5, മൂവ് സ്ലോവർ. അത് പതിയെ മതി, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് വേണം. പിടിയിട്ടോ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇട്ടുപിടി എന്ന് പറഞ്ഞൊരു മാറ്റമൊന്നും, അല്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇട്ടുപിടി ഒരു വെപ്രാളം അതൊന്നും വേണ്ട. സ്ലോ ആയി, സ്റ്റഡിയായി, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ ക്യാരി ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ ക്യാരി ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളില്ലേ, ആ നിങ്ങളെ നിങ്ങൾ തിളക്കമായി കൊണ്ടുവരണം. പേഴ്സണൽ ഹൈജീനോടുകൂടി, ആത്മാവിൻ്റെ ശുദ്ധിയോടുകൂടി കൊണ്ടുനടക്കാൻ പറ്റണം. ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരും. ഇത് സേവ് ചെയ്യൂ, എന്നിട്ട് ഫോളോ ചെയ്ത് കയറി വായ. ഇറങ്ങട്ടെ പ്രകാശ്.